ഓക്കെ, അപ്പൊ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മള് ഇതില് വാല്യൂ തരും 1.52, 0.95, 0.594, 0.37, 0.23. അപ്പൊ ഇതിൽ നമ്മൾ ടോട്ടൽ സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഓരോന്ന് x0 എത്ര, x1 എത്ര, x2 എത്ര, ഇതെല്ലാം എടുത്ത് എഴുതുക. x3 എത്ര, x4 എത്ര. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x0/x1 x1/x2 x3/x4 കൺസിക്യൂട്ടീവ് ആംപ്ലിറ്റ്യൂഡ് എല്ലാം ഏത് ആവറേജ് ചെയ്താലും നമുക്ക് 1.6 കിട്ടുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ അവര് പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞാൽ മാസ് 200 കിലോഗ്രാം ആണ്. Two different isolators shown in figure determine the damping factor. അപ്പൊ ഡെൽറ്റ എന്ന് പറഞ്ഞ ഫോർമുല എന്താണ്? ln x0/x ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തെ ഡെൽറ്റ = 2π θ/√(1 - θ²) ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സീറ്റ കിട്ടും. ബാക്കിയെല്ലാം നോൺ വാല്യൂസ് ആണ്. ഓക്കെ അല്ലേ? പിന്നെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഡാംപ്ഡ് വേവ്സ് FD = നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. നമ്പർ ഓഫ് സൈക്കിൾസ് എത്രയുണ്ട്? ഇത് തൊട്ട് ഇതുവരെ ഫസ്റ്റ് സൈക്കിൾ, ഇത്രയാണ് ഫസ്റ്റ് സൈക്കിൾ. ദെൻ സെക്കൻഡ് സൈക്കിൾ, ഇത് തേർഡ് സൈക്കിൾ, ദെൻ ഇത് ഫോർത്ത് സൈക്കിൾ. അപ്പോൾ 4 സൈക്കിൾ ഡിവൈഡ് ബൈ എത്ര സെക്കൻഡ് ഉണ്ട്? 0.38. അങ്ങനെയാണ് നമുക്ക് FD കിട്ടും. അപ്പം ω/d FD × 2π ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആംഗുലർ വെലോസിറ്റി ഡാംപ്ഡ് വൈബ്രേഷൻ കിട്ടും. ഇനി അടുത്ത എന്താണ്? നാച്ചുറൽ ഫ്രീക്വൻസി അൺഡാംപ്ഡ് വൈബ്രേഷൻ FN എന്താണ് ഫോർമുല? ω/d = 1 - θ² ωn ആണ്. അപ്പോൾ അതിൽ പോയി ωn കിട്ടും. ωn കിട്ടിയ ഫ്രീക്വൻസി ωn/2π കിട്ടും. ഓക്കെ അല്ലേ? ദെൻ ωn = S/m. അത് ചെയ്യുമ്പോൾ അതിന്റെ S കിട്ടും. സ്പ്രിംഗ് സ്റ്റിഫ്നെസ് കിട്ടിയ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് 2m × ωn ചെയ്യുമ്പോൾ നമുക്ക് എന്താ അതിൽ നിന്ന് അത് കിട്ടും. സിമിലർലി C/C/CC ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനലി നമുക്ക് എന്ത് ഡാമ്പിംഗ് ഫാക്ടർ ഉണ്ട്.